ഉണർന്നു പ്രാർത്ഥിച്ചിടാ, ഉണർവേകാൻ യാചിച്ചിടാ. കുഞ്ഞുങ്ങൾ ഞങ്ങളിതാ നിൻ പാതേ വന്നിടുന്നു. സ്വീകരിക്കൂ സ്വീകരിക്കൂ നിൻ. ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സജി കൊട്ടാരക്കരയാണ്. സജി കൊട്ടാരക്കരയെ ഞാൻ ഫോമായുടെ ഒരു കൺവെൻഷൻ വെച്ച് പരിചയപ്പെട്ടതാണ്. സജി കൊട്ടാരക്കരയോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്ലീസ് വെൽക്കം സജി കൊട്ടാരക്കര. താങ്ക് യു സർ. സജി തോമസ് കൊട്ടാരക്കര എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. ഞാൻ നമ്മുടെ കൊട്ടാരക്കര വാളകം ആസ്ഥാനമായി സാമൂഹിക സേവന രംഗത്ത് കഴിഞ്ഞ 26 വർഷമായി പ്രവർത്തിക്കുന്നു. ഒരുപാട് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് ഇടങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ അത് എത്തുവാൻ അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകുവാനായിട്ട് ഈ സമയത്ത് സാധിച്ചിട്ടുണ്ട്. അത് ഞാനെന്ന വ്യക്തിയല്ല, അനേകം പേരുടെ വിവിധങ്ങളായ രീതിയിലുള്ള കൈത്താങ്ങലുകളാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ 1.5 വയസ്സിൽ പോളിയോ വന്ന് കഴുത്തിന് താഴെ അകമാനം തളർന്ന, ശാരീരികമായി തളർന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് 6-ാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് നടക്കുവാനും ഈ ഇത്രയും ദൈവം ആയുസ് തന്ന സമയം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കണമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ ജീവിതം. അത് അനേകർക്ക് ഉപകാരമായി തീരും. മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് സ്വന്തം ആവശ്യമായി കണ്ട് അതനുസരിച്ച് ഏകദേശം വിവിധങ്ങളായ കാലഘട്ടത്തിൽ 20ഓളം വീടുകൾ 2016 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 20 വീടുകൾ ഏറ്റവും അത്യാവശ്യമുള്ള വ്യക്തികൾക്ക്, അത് സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന, പല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ വലിയ കർത്തവ്യവും ഉത്തരവാദിത്വവും. ഞാൻ എന്താണോ എന്നല്ല, എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് എന്ത് പകരാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യവും. അതിനനുസരിച്ചാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 4250-ലധികം സ്കൂൾ കുട്ടികൾക്ക് കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് അവരുടെ പഠനത്തിനാവശ്യമായ സഹായങ്ങൾ, സാമ്പത്തികമല്ല, പഠന ഉപകരണങ്ങളും അവർ സ്കൂളിൽ പോകാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ക്രമീകരിച്ച്, പല കരങ്ങളിലൂടെ ക്രമീകരിച്ച് ആ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ സമയത്ത് സാധിച്ചിട്ടുണ്ട്. 34 കുടുംബങ്ങൾക്ക് പ്രതിമാസം അവർക്കുള്ള ഭക്ഷണ കിറ്റുകൾ, കാരണം അത്രത്തോളം പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 350-ലധികം ഡയാലിസിസ് പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങളോട് കൂടെ നിന്ന് ഒരു സപ്പോർട്ടായിട്ട്, ഒരു കൈത്താങ്ങലായി, ഒരു കൂടെ നിൽക്കുവാൻ ഈ സമയത്ത് സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അനവധി കാര്യങ്ങൾ. കാരണം സമൂഹത്തിന് വേണ്ടുന്നത് എന്താണോ അത് നമ്മളുടെ ഉത്തരവാദിത്വമായി, നമ്മളുടെയും കൂടെ ആവശ്യമായി കണ്ട് അവിടെ പ്രവർത്തിക്കുവാനാണ് ഈ സമയത്തൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു
ഫിസിക്കലി ഡിസേബിൾഡ് എന്ന ആ ഒരു വാക്കിൽ നിന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന വാക്കിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ അത് പൊതുസമൂഹത്തിലേക്ക് പകരുന്നതിന് ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടാകണമെന്നാണ് എന്നെ എൻ്റെ പിതാവൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും നമ്മൾ ഉണ്ടാകരുത്, മറ്റുള്ളവരോടൊപ്പം തന്നെ നമ്മളുമായി തീരുവാൻ സാധിക്കണം. 6-ാം വയസ്സിൽ വടിയുടെ സഹായത്തിൽ എഴുന്നേറ്റപ്പോൾ നമ്മുടെ യാത്രകൾക്ക് യാതൊരു കാരണവശാലും ഒരു തടസ്സമാകാതിരിക്കാൻ, വൈകല്യം തടസ്സമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കാരണം മാനുഷികമായ ആഗ്രഹം. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾ അത് ലക്ഷ്യമാക്കാൻ ഞാൻ ഏറ്റവും അധികം പ്രത്യേകം ശ്രദ്ധിച്ച് അതിനു വേണ്ടിയാണ് പിന്നെ എൻ്റെ ജീവിതം മാറ്റിവെച്ചത്. പലപ്പോഴും യാത്രകൾ ദുഷ്കരമായിരുന്ന അവസ്ഥകളിൽ, കാരണം ഭിന്നശേഷിക്കാരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ പലരുടെയും യാത്രകൾ അവരായിരിക്കുന്ന ഇടത്തുനിന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ആരോഗ്യം ഞാനത് പോസിറ്റീവായി കണ്ട്, കാരണം എനിക്ക് ദൈവം തന്ന ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗത്തേക്ക് ഒതുക്കാതെ അത് സമൂഹത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് പകർന്നു വേണ്ടിയിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിന് സാധ്യമായ രീതിയിൽ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിന് യാത്രയ്ക്ക് ആവശ്യമായ വാഹനങ്ങളൊക്കെ ഞാൻ ഓടിക്കാനും, കാരണം ആരുടെയും മുന്നിൽ തല കുനിയാതെ ഒരു ഭിന്നശേഷി എന്ന ഒരു വൈകല്യത്തിൻ്റെ ഉടമ എന്ന അവസ്ഥ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതെ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുവാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ എൻ്റെ 3ാമത്തെ അമേരിക്കൻ പര്യടനമാണ്, വിദേശ പര്യടനമാണ്. ആദ്യം ഞാൻ ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്കയിലും, പിന്നെ 2023 അമേരിക്കയിൽ 90 ദിവസത്തെ യാത്രയും, ഇപ്പോൾ ഈ സമയത്ത് 35 ദിവസത്തെ യാത്രയും ഞാൻ ക്രമീകരിച്ചു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, സജി എന്തിനാ 35 ദിവസമാക്കുന്നത്, യാത്ര ദിവസം കൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചത് സ്വരം നല്ലതായിരിക്കുമ്പോൾ തന്നെ ഗാനത്തിന് മികവേകി ഒതുക്കി നിർത്തുക, ഈ യാത്ര എല്ലാവരുടെയും സന്തോഷം ക്രമീകരിക്കുക എന്നതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം. മറ്റുള്ളവരുടെ മുന്നിൽ കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും അവർക്ക് നമ്മളൊരു ബാധ്യത എന്നുള്ള കൺസെപ്റ്റ് യാതൊരു കാരണവശാലും കൊടുക്കുവാൻ പ്രത്യേകം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണോ, എന്നിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, അത് അഭിമാനത്തോടെ സമൂഹത്തിൽ പകർന്നു കൊടുക്കാനാണ് എന്നെ ദൈവം ഈ ഭൂമിയിൽ ഈ അവസ്ഥയിൽ എങ്കിലും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ ദൈവം അവസരം നൽകുന്നത്. താങ്ക് യു. സാറിനോട് 1-2 കാര്യങ്ങളോട് ചോദിച്ചാൽ, പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, സിബ്ലിങ്സ്, ഇവരെ പറ്റി ഒന്ന് പറയാമോ? അവരൊക്കെ ഏത് സാമ്പത്തിക പശ്ചാത്തലമുള്ളവരാണ്? ഒരു നോർമൽ കുടുംബത്തിൽ ജനിച്ചതാണ്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ്. പിതാവ് 30 വർഷമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എൻ്റെ മാതാവുണ്ട്, പിന്നെ ഭാര്യയും 2 ആൺമക്കളും അടങ്ങിയ കുടുംബമാണത്. മൂത്ത മകൻ ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞു, തുടർ പഠനത്തിനായിട്ട് മുന്നോട്ട് പോകുന്നു. 2ാമത്തെ ആൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ ജോലി, കുടുംബത്തിലെ പിതാവിൻ്റെ ജോലി എന്ന് പറയാനായിട്ട് പഴയ കാലത്ത് ഉള്ള ജോലികളായിരുന്നു. അന്ന് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്നു. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് സർക്കാരിൽ ഒരു 6 മാസം ജോലി ചെയ്തിരുന്നു. പിന്നെ അല്ലാതെ തന്നെ ഞാൻ ഒരു അത് പ്രധാനമാണ്, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. പകൽ സമയം എൻ്റെ സാമൂഹ്യ പ്രവർത്തനവും, രാത്രിയിൽ കഴിയുന്ന സമയം വരെ എനിക്ക് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ആനിമേഷൻസ്, പിന്നെ വീഡിയോസ് ഉണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊഫഷണലായിട്ടുള്ള പോസ്റ്ററുകളെല്ലാം കൈകാര്യം ചെയ്ത് വിവിധ അസോസിയേഷനുകൾക്കും മറ്റ് ചർച്ചുകൾക്കും എന്ന് വേണ്ട എല്ലാ രീതിയിലും
ഞാൻ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് അത് നമ്മുടെ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ എനിക്ക് ലഭിക്കുന്ന ഉപജീവനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരംശം എൻ്റെ സമൂഹത്തിലേക്കും ഞാൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരടങ്ങിയതാണ്. അതായത് അവരുടെ ആവശ്യങ്ങൾക്കും എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭിന്നശേഷിക്കാരുടെ ഏതെങ്കിലും കൂട്ടായ്മയോ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ഞാൻ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ ഒരു ഇടത്ത് നിൽക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കോമൺ കൂട്ടായ്മയാണ്. അതിൽ ഭിന്നശേഷി ഉണ്ടാവാം, മറ്റ് സാധാരണക്കാരുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ഞാൻ അങ്ങനെ ഒരു ഇടത്തേക്ക് ഒതുങ്ങി നിന്നാൽ ഞാനെന്ന വ്യക്തി ആ ഇടങ്ങളിലേക്ക് മാത്രം ഒതുക്കപ്പെടുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ട്. എന്നാൽ എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതിരെന്ന് പറയുന്നത് ഓപ്പണാണ്. എല്ലാവരോടൊപ്പം എല്ലാ രീതിയിലും അവരുമായി സംവദിക്കുക, സംസാരിക്കുക, സഹകരിക്കുക. സർക്കാരിൽ എന്തെങ്കിലും നിങ്ങൾക്കുള്ള ഒരു ഇത് വെച്ച് എന്തെങ്കിലും ജോലി അങ്ങനെ വല്ല ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് സർക്കാരിൽ നിന്ന് ജോലി എന്ന് പറയാനായിട്ട് നമ്മൾ നാട്ടിലൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുണ്ടല്ലോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അപ്ലൈ ചെയ്തപ്പോൾ 6 മാസം കിട്ടിയ സർക്കാർ ജോലിയാണ് ജീവിതത്തിൽ സർക്കാരിന്റെ ശമ്പളം കിട്ടിയ ഏകകാലം. അത് ഞാൻ എപ്പോഴും നന്ദിയോട് സ്മരിക്കുന്നു. കാരണം 6 മാസമെങ്കിലും 6 മാസവും ഞാൻ ജോലി ചെയ്തു, സർക്കാർ ജോലി ചെയ്തു. എന്നാൽ സർക്കാർ ജോലി എനിക്ക് 3 റാങ്ക് ലിസ്റ്റിൽ PSCയുടെ 3 റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടും എനിക്ക് വേണ്ടുന്ന പരിഗണന ഈ സമയം വരെയും ലഭിച്ചിട്ടില്ല. അതൊരു എന്നെ സംബന്ധിച്ചൊരു വേദനയാണ്. എന്നാൽ ഇനി അത് കിട്ടിയത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം അത്രത്തോളം ഓടാനുള്ള ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം ഇന്ന് എനിക്കില്ല. വൈഫ് വീട്ടിലാണോ? ജോലി വല്ലതും? ഭാര്യ എന്ന നിലയ്ക്ക് ഞങ്ങൾ എൻ്റെ അമ്മയും എൻ്റെ 2 മക്കളെയും എന്നെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. അത് ഒരു ഒരു പേര് കൊണ്ടല്ല, അത് എല്ലാമാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. അത് ഭംഗിയാകാൻ ജോലി ചെയ്യുന്നവരാ. ഓക്കെ. മക്കൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. അതെ. സാറിൻ്റെ ഈ ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളത് അത് എത്ര നാൾ പഠിച്ചൊരു കോഴ്സാണ്? അത് ഷോപ്പോ വല്ലതും ഉണ്ടോ? ഞാൻ ഒരു കോഴ്സിനും പോയി പഠിച്ച് ജോലി ചെയ്യാനായിട്ട് ഒരു കോഴ്സും പഠിച്ചിട്ടില്ല. ശരി. ഞാൻ സർക്കാരിൽ നിന്ന് ജോലിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു വരുമാന മാർഗമില്ല. അതെ. ഒരു കമ്പ്യൂട്ടർ വേണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അതെ. എന്നാൽ ഒരിക്കൽ ഒരു സുഹൃത്ത്, അദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന ഒരു ഡെസ്ക്ടോപ്പ്, ഒരു നോർമലായിട്ടുള്ള തേർഡ് ഹാൻഡ് എന്ന് പറയാം, പുള്ളി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് മേടിച്ച് അതെനിക്ക് തന്നു. അത് ഡംപ് ചെയ്യാനുള്ള സാധനമായിരുന്നു, അതെനിക്ക് തന്നു. അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് ഓരോന്നും ഒരു ഫേസ്ബുക്കിൽ 2007 തൊട്ട് ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഓരോ ബൈബിൾ വേർഡ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് ഇടും. അത് കണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ പ്രിയ സുഹൃത്ത് ഫിലാഡൽഫിയയുള്ള സന്തോഷ് എബ്രഹാം എനിക്ക് തന്നൊരു ഊർജമാണ് ഞാൻ ഇന്ന് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന ഒരു ലെവലിലേക്ക് മാറാൻ സാധിച്ചു. അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യാൻ, അതോ തന്നെയാണോ? എല്ലാം കുറെ വർക്കുകൾ കൂടുതലുള്ളുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വരുമായിരുന്നു. ഇപ്പൊ അതില്ല. അങ്ങനെ ഒരുപാട് വർക്കുകൾ എന്ന് പറയാനില്ല. എനിക്ക് അത്യാവശ്യത്തിന് എനിക്ക് വിശക്കുമ്പോൾ ലഭിക്കുന്ന ആഹാരത്തിന് അനുയോജ്യമായ വർക്കുകൾ എനിക്ക് കിട്ടാറുണ്ട്. അമിതമായി ഉള്ള ഇതുമില്ല, എന്നാൽ ആവശ്യത്തിന്. അങ്ങനെ ഞാൻ അമിതമായി ആരെയൊന്നും ചാർജ് ഈടാക്കാറുമില്ല. സഹോദരങ്ങളൊന്നും ഇല്ല? ഉണ്ട്. എനിക്ക് ഞങ്ങൾ 3 പേരാണ്, ഒരു സഹോദരിയും ഒരു സഹോദരനും. അവർ കുടുംബമായിട്ട് മാറി താമസം. ഏത് സഭയെ പ്രവർത്തനം? ക്രിസ്ത്യാനി സഭയല്ലേ? ഒരു കാലം വരെ ഞാൻ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്ത്യൻ സഭയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. മാർത്തോമാ സഭയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 25ഓളം വർഷത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും BBS എന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽ 20 വർഷത്തോളം BBS ലീഡറായിട്ട് കടന്നു പോയിട്ടുണ്ട്. സ്റ്റുഡൻസ് ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ എനിക്ക് ദൈവം തന്ന ആരോഗ്യം, ഈ ശരീരവും ഈ മനസ്സും കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ദൈവത്തിൻ്റെ ആ സുവിശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് ഞാൻ ചെല്ലുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഞാനാകുന്നു സുവിശേഷം. കാരണം ഇതാണ് മാറ്റത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു വ്യക്തി കടന്നു വരുമ്പോൾ
മാറ്റം ഉണ്ടാകുമെന്നുള്ള വലിയ ഹൃദയങ്ങളിൽ മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. മർത്തോമ സഭയിലാണെന്ന് പറഞ്ഞു. മർത്തോമ സഭയുടെ ഈ കെയർ ഓഫിലെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ അയക്കാറുണ്ടോ അവർ? അതോ മർത്തോമ സഭയുടെ ലേബലിൽ ഞാൻ എങ്ങും അങ്ങനെയുള്ള യാത്രകളൊന്നും ചെയ്തിട്ടില്ല. മർത്തോമ സഭയുടെ അല്ല. കാരണം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ സഭയെന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. ഒരുപാട് സ്നേഹിതർ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പം 2ാം തവണ അമേരിക്കയിൽ വന്നപ്പോൾ എനിക്ക് ആയിരക്കണക്കിന് മലയാളി സുഹൃത്തുക്കളുണ്ട്, കുറെ ഇംഗ്ലീഷ് സ്നേഹിതരുണ്ട്. അങ്ങനെ ഒരുപാട് അത് ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയതല്ല. അവരെല്ലാം മനുഷ്യരാണ്, യഥാർത്ഥ മനുഷ്യരാണെന്നുള്ള രീതിയിലാണ്. കാരണം എന്നെ ഇവിടോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ ഫൊക്കാന എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, അമേരിക്കൻ മലയാളികളുടെ ആദ്യത്തെ ഏറ്റവും വലിയ മലയാളി സംഘടന ഫൊക്കാനയാണ് എന്നെ അതിൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് എൻ്റെ ടിക്കറ്റും യാത്രാ ചെലവെല്ലാം നോക്കി എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അതെന്താണ് ആ മീറ്റിംഗ്? ഫൊക്കാനയുടെ മീറ്റിംഗ് 6, 7, 8, 9 ഓഗസ്റ്റ് ഈ മാസം 6 മുതൽ 9 വരെ അടുത്ത ആഴ്ചയിൽ. അത് ഫിലാഡൽഫിയ ആസ്ഥാനമായ പൊക്കണോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. വലിയ ഒരു മഹാസമ്മേളനമാണ്, 4 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാസമ്മേളനമാണ്. അതിൽ അവരുടെ ഗസ്റ്റായിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. ഈ ഫോമയായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത്? ഫോമയിൽ ഒരുപാട് സ്നേഹിതരുണ്ട്. അവരുടെ വർക്ക് അവരെല്ലാം ഫൊക്കാനയുള്ളവരായിരുന്നു പഴയ കാലത്ത്. അന്നേരം എനിക്ക് ഫോമയിൽ ഒരുപാട് സ്നേഹിതരുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നേരിട്ടും അല്ലാതെയും ഞാൻ അവർക്ക് വേണ്ടി അവരുടെ അസോസിയേഷന് വേണ്ടിയും ജോലികൾ ചെയ്തു കൊടുക്കാറുണ്ട്. അന്നേരം ആ ഒരു ബന്ധം ഫോമയിൽ അവരുടെ ഫോമയുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ, കാരണം ഫോമയുടെ മെയിൻ കൺവെൻഷൻ സമയമായപ്പോൾ അതൊരു അവർ വലിയ ഇതാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപ് വരെയും നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ട് ഇനിയും തുടരും. പുതിയ ഭാരവാഹികളെയും അവരെയും അവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതെ. ഇനി തിരിച്ചൊരു ചെറുപ്പത്തിലേക്ക് പോയാൽ സാറിൻ്റെ സ്കൂളിലും കോളേജോ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സാറിനോടുള്ള സമീപനം എന്തായിരുന്നു? നമ്മൾ ഈ ആരോഗ്യസ്ഥിതിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1980 ജനിച്ച വ്യക്തിയാണ്. അന്നേരം 6 വർഷക്കാലം എൻ്റെ കഴുത്തിന് താഴെ പോളിയോ ബാധിച്ചപ്പോൾ ശരീരം മൊത്തത്തിൽ ഒരു തളർച്ചയുടെ അവസ്ഥയും 2 കാലും 2 കൈയും തറയിൽ കുത്തി എഴഞ്ഞു നടന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകാൻ നല്ലൊരു എനിക്ക് ഞാൻ അതിൻ്റെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തലച്ചിറ ഗവൺമെൻറ് സ്കൂളിലും തുടർന്ന് പത്തനാപുരത്തുള്ള ആശാഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം നടത്തിയത്. ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു, സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ കഴിഞ്ഞു, പിന്നെ BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അതിൻ്റെയും ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സും കംപ്ലീറ്റ് ആക്കിയതാണ്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ദൈവം നടത്തുന്നത് അതൊരു എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് എൻ്റെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കിയല്ല. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൽ ഇന്നും ഞാൻ. അന്നേരം ഒരുപാട് പേരുടെ കൈത്താങ്ങലാണ് ഈ ജീവിതം. അന്നേരം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എന്നോട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ചെയ്യുന്നുണ്ട്. അന്ന് ചെറുപ്പത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിന്നെ പഴയ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. നമ്മളെ കാരണം അന്നത്തെ കാലത്ത് ഇതേപോലുള്ള പോളിയോ ബാധിച്ചവർക്ക് ചികിത്സ വേണ്ടുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ അത്രത്തോളം ഹൈ ലെവലുള്ള വ്യക്തികൾക്കേ കിട്ടാറുള്ളൂ. നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു സാധാരണ ജീവിതമായിരുന്നു, സാധാരണ കുടുംബമായിരുന്നു. അന്നേരം ശരിക്ക് ഒരു വൈദ്യസഹായം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. ഈ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലോട്ട് പോകാൻ കാര്യം എങ്ങനെയാണ്? ഞാൻ ഒരു ജന്മം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ആഫ്റ്റർ വാസന ഒരു പടം വരയ്ക്കാൻ നല്ല വാസനയുള്ളൊരു വ്യക്തിയാണ്. അന്നേരം ഞാൻ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ഞാൻ എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു പടം പതിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രൂപം പതിഞ്ഞാൽ അത്
പിക്ചറിലേക്ക് എന്നുവെച്ചാൽ പേപ്പറിലേക്ക് പകർത്തുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു. അന്നേരം എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് ഞാൻ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഓടി നടന്ന ജോലി ചെയ്യാൻ പറ്റുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറഞ്ഞ് അതൊരു ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ്. അന്നേരം അവിടെ ഇരുന്ന് വരച്ച് ആളുകളുടെ മനസ്സനുസരിച്ച് ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് അത് വരച്ച് അത് ഒരു രൂപമാക്കി മാറ്റി കൊടുക്കുന്നതിനുള്ള ഒരാഗ്രഹമാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. അതിലെ ഓട്ടോ ക്യാഡൊക്കെ പഠിച്ചോ? ഓട്ടോ കാഡ് തിരുവനന്തപുരം മാർ യുവാനിയസ് കോളേജിൽ നിന്ന് ഇഗ്നോ ഓട്ടോ കാർഡ് കംപ്ലീറ്റ് ആക്കി. അത് വെച്ച് ഡ്രോയിങ് വരയ്ക്കുമായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ജോലിയാക്കി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു? ആ ബുദ്ധിമുട്ട് എനിക്കൊരു ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങും ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ജോലി എന്ന് പറയാനല്ല, ഞാൻ നിർമ്മിച്ചു കൊടുത്ത വീടുകൾക്ക് ഞാൻ തന്നെയാണ് പ്ലാനും അതിൻ്റെ എല്ലാം തയ്യാറാക്കി കൊടുത്തിരുന്നത്. ആ വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള ഇൻപുട്ട് മണിയൊക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾ ആരുടെ നിന്നും പണമായിട്ട് ഒന്നും മേടിക്കാറില്ല. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വലിയ കണക്കുകൾ ഓരോരുത്തരുടെയും ഇടങ്ങളിൽ. എന്നാൽ നമ്മൾ ചെയ്യുന്നത് ഓരോ സ്നേഹിതരെയും സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവരിലൂടെ തന്നെ സാധന സാമഗ്രികളിലൂടെ വീടുകൾക്ക് പകർന്നു കൊടുക്കുക. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തേക്ക് കുറേ സാധനങ്ങൾ വേണം. അന്നേരം നമ്മൾ കാശ് കിട്ടിയാൽ അതിന് കണക്ക് അവരോട് സമർപ്പിക്കണം. എന്നാൽ അതിനപ്പുറമായിട്ട് അവരെ കൊണ്ട് തന്നെ ആ ഇടങ്ങളിലേക്ക് പൈസ അടപ്പിച്ച് അവിടുന്ന് സാധന സാമഗ്രികൾ മാത്രം മേടിച്ച് നമുക്ക് സ്പോട്ടിൽ സാധനം കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിച്ച് കൊടുക്കാറുള്ളത്? നമ്മൾ ഒരിക്കലും ഒരു കൊട്ടാരം പണിയുന്ന ഒരിതല്ല. മനുഷ്യൻ്റെ ആവശ്യത്തിന് തല ചായ്ക്കാനൊരു ഇടം അല്ലാതെ അതിനപ്പുറമായിട്ട് വേറൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. കയറി കിടക്കാൻ ഇടമില്ലാത്തവർക്ക് അതും അത്രത്തോളം എന്നെക്കാളും 10-ലധികം ഇരട്ടി വേദന ഉണ്ടായിരിക്കണം അവർക്ക്. കാരണം ശാരീരികവും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം എല്ലാവരും തള്ളപ്പെട്ട് ആരുടെയും സഹായമില്ലാതെ കടത്തിണ്ണയിലൊക്കെ കിടക്കുന്നവരെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എഴുന്നേൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവർക്കാണ് സ്വന്തമായിട്ട് 3 സെൻറ്റ് വസ്തു വേണം എന്നുള്ളതാണ് നമ്മുടെ ക്രൈറ്റീരിയ. എന്നാൽ എല്ലാവർക്കും വെച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. നമ്മൾ ആ രീതിയിൽ തന്നെ എങ്കിലും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒരു മാസം വരെ ഉള്ള കണക്കെടുത്താൽ 20 വീട് പൂർത്തിയായിട്ടുണ്ട്. ഒരു 10 വർഷത്തിനകത്ത് 20 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ പ്രളയത്തിന് 2 വീട് വെച്ച് കൊടുത്തു. പ്രളയത്തിന് 3 വീട് വെച്ച് കൊടുത്തു. ഇതൊന്നും നമ്മൾ സ്ഥലം നോക്കിയോ ദൂരം നോക്കിയോ ഒന്നും അല്ല, മനുഷ്യൻ്റെ ആവശ്യം നോക്കിയാണ്. എത്രയും പെട്ടെന്ന് അവരെ കയറി കിടക്കാനുള്ളൊരു ഇതാണ്. ഞങ്ങൾ 12 ദിവസം കൊണ്ടൊരു വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്, 90 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്നേരം നമ്മൾ സമയബന്ധിതമായി എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്ത പ്രോജക്റ്റ് ഏതായിരുന്നു? ഏറ്റവും ദൂരം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് റാന്നിയിലൊക്കെ നമ്മൾ റാന്നിയിൽ ആറന്മുളയിൽ ഏറ്റവും വെള്ളത്താൽ മുങ്ങിപ്പോയ ആറന്മുളയിലൊക്കെ നമ്മൾ 45 ദിവസം കൊണ്ട് ആറന്മുളയിലൊക്കെ നമ്മൾ വീട് പൂർത്തീകരിച്ചു. അവിടെ പോകുമായിരുന്നു, അവരെ കാണുമായിരുന്നോ? പിന്നെ നേരിട്ട് പോയി അവരെ കണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഒന്നിനും ഇറങ്ങി തിരിക്കാറില്ല. പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അവർക്കിത് അർഹതപ്പെട്ടതാണെന്ന് എൻ്റെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാറുള്ളൂ. ഇവിടെ പോകുന്നതിനുള്ള യാത്രാ സൗകര്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആദ്യമേ ഒരു സൈക്കിളിൽ കയറണമെന്ന് ആഗ്രഹം, കാരണം ഭിന്നശേഷിക്കാരനാണ്. സൈക്കിളിൽ കയറണമെന്നുള്ള ആഗ്രഹം. സൈക്കിളിൽ കയറി കഴിഞ്ഞാൽ ആ സൈക്കിൾ ഓടിക്കണമെന്നുള്ളൊരാഗ്രഹം. അത് കഴിഞ്ഞ് സൈക്കിളിന് പകരം ഒരു എക്സ്ട്രാ വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ, അത് അങ്ങനെ ഒരു ആഗ്രഹം. ആ സ്കൂട്ടർ യാത്ര ചെയ്തു. കുറേ നാൾ കഴിഞ്ഞ് 2010 ആയപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും കാർ ഓടിച്ചുകൂടാ. അങ്ങനെ ആദ്യമായി ഞാൻ ലോണൊക്കെ എടുത്ത് കാനറ ബാങ്കിൻ്റെ ലോണോടുകൂടി ഒരു കാറൊക്കെ എടുത്ത് ഓടിച്ചു തുടങ്ങി. ഏത് കാറായിരുന്നു? അന്ന് 2010 ആൾട്ടോ കാറാണ്. ആൾട്ടോ മാനുവലാണ്. കാരണം ഓട്ടോമാറ്റിക് മേടിക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു 1-2 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം. ഒരു മാനുവൽ ഏറ്റവും സ്റ്റാൻഡേർഡ് കാർ മേടിച്ചിട്ട് മാനുവലിന് എക്സ്ട്രാ ഒരു ക്ലച്ച് കൂടെ പിടിപ്പിച്ച് ഹാൻഡിൽ ഒരു ക്ലച്ച് കൂടെ പിടിപ്പിച്ച് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുകയായിരുന്നു. വെരി ഗുഡ്. എന്നിട്ട് കേരളത്തിലെ ഹൈവേ കൂടെ എല്ലാ ഇടങ്ങളിലും എനിക്ക് പോകാൻ പറ്റാത്ത
ഇടങ്ങളില്ല, എല്ലായിടത്തും പോകാറുണ്ട്. കാരണം വണ്ടി എനിക്ക് ഭയങ്കര ക്രേസിയാണ് വാഹനം ഓടിക്കാൻ. പക്ഷേ അമിതമായ റാഷ് ഡ്രൈവിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, മാന്യമായ രീതിയിലുള്ള ഓട്ടമേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഒരു പെറ്റി എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയിട്ടില്ല. അത് ശരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോയ സ്ഥലം ഏതാണ്? ഞാൻ തൊടുപുഴ, കാരണം ഞാൻ കേരളത്തിനകത്താണ് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുന്നത്. തൊടുപുഴ വരെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ചു. കാരണം ഏകദേശം ഒരു 200 കിലോമീറ്റർ ഓൺ സൈഡ് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. വൈഫോ മക്കളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ഡ്രൈവിംഗ് ചെയ്യുന്നവരുണ്ടോ? അല്ല, അവർക്ക് മക്കൾ പ്രായപൂർത്തിയായി വരുന്നേ ഉള്ളൂ. കാരണം നമ്മൾ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിയാതെ പറ്റത്തില്ല. അന്നേരം മക്കൾ ഒരാളിപ്പം 18 വയസ്സിലോട്ട് എത്തിയേ ഉള്ളൂ. അന്നേരം നിയമം അനുസരിച്ച് ഇതുവരെയും അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. വൈഫും ഡ്രൈവ് ചെയ്യില്ല? ഇല്ലില്ല. ഓ ശരി. അവരെ ഒന്ന് പഠിപ്പിക്കണം. ഓക്കെ. ഇനി ചോദിച്ചു വന്നാൽ ഈ കാരുണ്യ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങാനുള്ള എന്താണ് ആ സാഹചര്യം? താങ്കൾ തന്നെ കഷ്ടപ്പെടുകയാണ്, അപ്പോൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നവരുടെ കൂടെ പിന്നെയും വേറൊരു കഷ്ടപ്പാട്? എൻ്റെ കഷ്ടതകൾ എന്താണെന്ന് ഞാൻ നോക്കിയാൽ ഞാൻ തന്നെ ഇല്ലാതായി പോകും. ശരി. എന്നാൽ എന്നേക്കാളും കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ കഷ്ടത ഒന്നും അല്ലാതായി മാറും. അതിൻ്റെ വാല്യൂ ഇല്ല. അതെ അതെ. എൻ്റെ കഷ്ടത ഞാൻ ഓർക്കാതെ മറ്റുള്ളവരുടെ കഷ്ടതയെ എനിക്ക് കാണുമ്പോൾ എൻ്റെ കഷ്ടത നിഷ്പ്രഭമാവും. അതെ, സാറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതെ അതെ. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വേദന എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതെ, അത് മനുഷ്യനായി തീരണം. എൻ്റെ ആത്യന്തിക ലക്ഷ്യം എനിക്കൊരു മനുഷ്യനായി തീരാൻ സാധിക്കണം എന്നാണ്. മനുഷ്യനാവണം. കാരണം പാട്ടുകാരൻ പറയണം മനുഷ്യനാവണം. അതെ അതെ, മനുഷ്യനാകണം. അന്നേരം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും. മനുഷ്യനായി തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഈക്വൽ ടു അനിമൽ. അതെ അതെ, മൃഗത്തിന് തുല്യമാണ് നമ്മൾ. അതെ. പക്ഷെ മൃഗം കുറച്ചും കൂടെ ബെറ്ററാണ്. ഇത്ര ശല്യം ചെയ്യുന്നില്ല. അന്നേരം യഥാർത്ഥ മനുഷ്യനായിട്ട് മറ്റുള്ളവരുടെ വേദനകൾക്ക് ഒന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നല്ല ഒരു മനുഷ്യനായിട്ട് അവരുടെ ആവശ്യം സ്വന്തം ആവശ്യമായിട്ടൊന്ന് തീർക്കുമെങ്കിൽ ഈസി ആയിട്ട് ഏത് പ്രവൃത്തികളും കാരുണ്യത്തിനും അപ്പുറത്തേക്കുള്ള വാക്കുണ്ടെങ്കിൽ അതിന് നമുക്ക് സാധ്യമാണ്. അമേരിക്കയിലോട്ടൊക്കെ തന്നെ വിടുന്നതിനും ഭാര്യയ്ക്ക് മാതാവിനൊക്കെ പ്രയാസമുണ്ടോ? ഞാൻ 2023 ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്ന് ഒരു വിമാനത്തിൽ കയറണമെന്ന് ഞാൻ ഒരു വിമാനത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ട്രെയിനിൽ കയറണമെന്ന് ആഗ്രഹിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഡൽഹിയിലേക്ക് വിളിച്ച് 10 ദിവസം ഡൽഹിയിൽ പോകാൻ സാധിച്ചു. അന്നേരം എനിക്ക് ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ലക്ഷ്യങ്ങളിലേക്കാണ് എൻ്റെ ആഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ആഗ്രഹങ്ങളാക്കി മാറ്റി അതിൽ ഒടുങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്നേരം എൻ്റെ ആഗ്രഹം അടുത്തത് എന്താണ്? ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സുഹൃത്തുക്കൾ എന്ന് പേര് പറയാം. കാരണം അവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട സാബു ലൂക്കോസ്, ബിജു ചാക്കോ, ബിജു കൊട്ടാരക്കര, ഒരുപാട് പേരോട് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരാഗ്രഹമുണ്ട്. അന്നേരം അതെന്താ സജി? ഞാൻ പറഞ്ഞു എനിക്ക് കപ്പലിലൂടെ യാത്ര ചെയ്യണം. ഓക്കെ. അന്നേരം എന്നെ ആകാശം കടൽ. അന്നേരം എന്നോട് പറഞ്ഞു സജി ആകാശത്തേക്കാൾ എളുപ്പമല്ലയോ കടലിൽ യാത്ര ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു ഇതുവരെ എനിക്ക് അതിന് സാധിച്ചത്. എന്നാൽ ബോട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, കപ്പലിൽ കയറണം. അതൊരു ആത്യന്തിക കപ്പലിൽ നമുക്ക് ക്രൂസിനൊക്കെ പോകാൻ പറ്റും. അതെ അതെ, ആഗ്രഹമാണ്. അത് സാധിക്കുമെന്ന് അവരെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് ആ കാര്യത്തിൽ. എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഒരിക്കൽ 2019 ഇങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ ഇങ്ങനെ മുന്നോട്ട് വെച്ചിരുന്നു. ഒരിക്കൽ മാർത്തോമാ തിരുമേനി എന്നോട് പറഞ്ഞു, ഒരു ക്ലോസ് തിരുമേനി എന്നോട് പറഞ്ഞു, ഞാൻ ആഗ്രഹം തിരുമേനി എനിക്കൊന്ന് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണം നോക്കണം. അന്ന് പറഞ്ഞു നീ പാസ്പോർട്ട് എടു, ദൈവം വഴി തുറക്കും. നീ ഒരു പാസ്പോർട്ടൊക്കെ എടു, ദൈവം വഴി തുറക്കും. 2009 ഞാൻ പാസ്പോർട്ട് എടുത്തു. പക്ഷെ ദൈവം വഴി തുറക്കുമെന്ന് പറയുന്നത് എത്രയോ അതിശയവും അത്ഭുതകരമാണ്. ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു വ്യക്തി ഒരു വഴിയുടെ സഹായത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ലെന്നും പല വിവിധ റൂൾസ് നിയമം അനുസരിച്ച് ആകാശ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള സ്റ്റിക്കുകളൊന്നും കൊണ്ടു. അന്നേരം എൻ്റെ യാത്ര നടക്കത്തില്ലയോ എന്ന് പ്രയാസമാകുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ചിന്ത. പക്ഷെ ഞാൻ അടങ്ങിയിരുന്നില്ല.
ഞാൻ 2009 പാസ്പോർട്ട് എടുത്തപ്പോൾ മുതൽ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം, ഞാൻ ലക്ഷ്യത്തിലേക്കുള്ള യാത്രകൾ ആരംഭിച്ചു. എവിടെയൊക്കെ ആരൊക്കെ കാണണം, അതിന് ഞാൻ എന്നെ എയർപോർട്ടിലുള്ള എൻ്റെ സ്നേഹിതരെ, കസ്റ്റംസിലുള്ള സ്നേഹിതരെ, കാരണം ഇതിന് നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അതെ അതെ തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ അന്വേഷിച്ചു. 2019 ആയപ്പോഴത്തേന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് 2018 ഞാൻ അപ്ലൈ ചെയ്തു അമേരിക്കയ്ക്ക് വന്നും പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ 2020 മാർച്ച് 14 കോൺസുലേറ്റിലേക്ക് ചെല്ലാൻ, ഏപ്രിൽ 14 കോൺസുലേറ്റ് മദ്രാസ് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ദൈവം അവിടെ വഴി തടഞ്ഞു. ദൈവം പറഞ്ഞ്, നീ ഇപ്പം പോയാൽ, കാരണം 2020 മാർച്ചിൽ കോവിഡ് വന്നു. അപ്പോൾ ദൈവത്തിന് വലിയ എന്തോരു അത്ഭുതമാണ്. ഞാൻ അബദ്ധവശാലം കാണാൻ ഇവിടെ സ്റ്റക്കാകും. എന്നെ പോലെ അനാരോഗ്യമുള്ള ഒരു വ്യക്തി ഈ അവസ്ഥയിൽ എങ്ങനെ ഫ്ലൈറ്റ് ഇല്ലായിരുന്നല്ലോ, ഫ്ലൈറ്റ് അനാരോഗ്യമുള്ള ഒരു വ്യക്തി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ബോഡി ചിലപ്പോൾ അതിനെ ഈ രോഗത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വന്നേനെ. ദൈവം അവിടെ തടഞ്ഞു. അന്നേരം എൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ 23 ഏപ്രിൽ മാസം വീണ്ടും ഇന്റർവ്യൂവിന് വിളിച്ചു. മദ്രാസിൽ, ചെന്നൈയിൽ വിളിച്ചു. ഞാൻ അത് അന്നേരം അതിനിടയ്ക്ക് വെച്ച് 2019 ശ്രീലങ്കയ്ക്ക് ഒരു യാത്ര ദൈവം ഒരുക്കി തന്നു. അതിന് പാസ്പോർട്ട് വേണം, വിസ വേണ്ടായിരുന്നു. അങ്ങനെ 10 ദിവസം ആദ്യമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വടിയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയ്ക്ക് പോയി. ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല എന്ന് ഒരിക്കലും കൂടെ തെളിയിക്കാനായിട്ടാണ്. ആ വടി ഒന്ന് കാണിക്കാൻ പറ്റുമോ നമ്മുടെ ഈ ചാനലില്? എൻ്റെ വടി ഇതാണ്. ഇത് 5.5 അടി ഹൈറ്റുള്ള നമ്മുടെ തടിയിൽ മിനുസപ്പെടുത്തിയെടുത്ത ഇത് യൂസ് ചെയ്യുന്നത് കാറ്റാടിയാണ്. കാറ്റാടിയിൽ മിനുസപ്പെടുത്തിയെടുത്ത നമ്മുടെ ഭാരം താങ്ങണം. ഇത് നല്ല വെയിറ്റ്, സാധാരണ ഭാരം എടുത്താൽ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. എന്നാൽ എനിക്കിത് വെയിറ്റ് അല്ല, എൻ്റെ വെയിറ്റ് താങ്ങുന്ന ഏറ്റവും എൻ്റെ ഒരു ഇടങ്കാല ഒരു കാലാണ്. അതെ. താങ്ക് യു സജി. ആരോഗ്യപരമായും സാമ്പത്തികമായിട്ടും എന്താണ് ഇപ്പം ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും? ആരോഗ്യപരമായിട്ട് എൻ്റെ ബോഡി, എനിക്ക് 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ത് സംഭവിച്ചോ ആ ഒരവസ്ഥയുടെ കണ്ടിന്യൂഷനാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. അത് ശരി. എന്നുവെച്ചാൽ മരുന്നുണ്ടോ ഇപ്പം? ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. ആവശ്യമില്ലാതെ ഞാൻ മെഡിസിൻസ് യൂസ് ചെയ്യത്തില്ല. അങ്ങനെ മരുന്നുകൾ ഉപയോഗിച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കത്തില്ല. അത് ശരി. ശരീരത്തിന് ഒരു തളർച്ചയെ കൊണ്ട് പല രീതിയിൽ എൻ്റെ കാലിനും വലത് കൈക്കും ഇപ്പം നടക്കുന്ന കാലിനെല്ലാം ആ ഒരു പ്രയാസമുണ്ട്. കാരണം ചില സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് കാല് വൈബ്രേറ്റ് ചെയ്ത് താഴെ വീഴുന്നുണ്ട്. എങ്കിലും എല്ലാവരും പിടിക്കാൻ വരുമ്പോൾ ഞാൻ ആരോടും പറയാം, നിങ്ങൾ പിടിക്കരുത്, എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേൽക്കണം. അവിടുന്ന് ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ കിടക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആരുടെ ആ രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ പ്രത്യേകം, ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുന്നേറ്റ് മുന്നോട്ട് പോകണം. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തന്നെ ചെയ്യുന്നു. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ബോഡിയെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്ത് മനസ്സ് ഏകീകരിച്ച് എഴുന്നേൽക്കും. വീണെടുത്തുനിന്ന് ഞാൻ ചാടി എഴുന്നേറ്റാലേ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അമേരിക്കയിൽ ഈ വരവിൻ്റെ ഉദ്ദേശം ഫോമയുടെയും ഫൊക്കാനയുടെയും ഇതിലായിട്ട് മാത്രമായിട്ട് ആണോ, അതോ സാറിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാനുള്ള എന്തെങ്കിലും ചാനലിൽ നമുക്ക് പറയാം? നമ്മളോട് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ എൻ്റെ അങ്ങനെ എനിക്ക് സ്വന്തം കാര്യം സിദ്ധാവാന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല. എനിക്ക് ഇവിടെ അമേരിക്കയിൽ വന്നത് ഈ ഒരു നാട് ഒരിക്കലും ഇവിടെ, കാരണം ഞാൻ ആദ്യം 90 ദിവസം വന്നു. ഇപ്പോൾ ഈ ഫോമയുടെയും ഫൊക്കാനയുടെയും കൺവെൻഷൻ ബേസ് ചെയ്ത് 1 മാസത്തെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഈ യാത്രയിൽ എല്ലാവരെയും ഒന്നും കൂടെ കാണാൻ സാധിക്കുമെങ്കിൽ അതിന് സഹായകരമാകട്ടെ എന്നുള്ള ഒറ്റതേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് കോപ്പറേറ്റായിട്ട് പറയാനറിയില്ല. എന്നെ സംബന്ധിച്ച് ഉദ്ദേശിച്ച രീതിയിലൊരു താമസ സൗകര്യം ഇപ്പോഴില്ല. എന്തായാലും താമസിക്കുന്നുണ്ട്.
എന്നാൽ എനിക്ക് സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് എന്നൊരു സ്വപ്നമുണ്ട്. നാട്ടിലെ കൊട്ടാരക്കര വീടില്ല. വീട് എന്ന് പറയാനായിട്ടല്ല അത്, ശരിയാ. എന്നാൽ സ്വന്തമായിട്ട് നല്ലൊരു ഒരു വീട് വേണം. കാരണം ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവൻ ഒരു വീട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം അത് ആ സ്വപ്നമായിട്ട് തന്നെ ഇതുവരെയും ഉള്ളത്. എന്നാൽ അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള മനസ്സിനൊരു ഉറപ്പുണ്ട്. അതിനുള്ള വഴികൾ ദൈവം തുറന്നു തരും. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നല്ല കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർ വില്ലിങ് ആണ്. ഇനിയും ഏതൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന പദ്ധതിയിൽ എത്ര വീടിന്റെ ആപ്ലിക്കേഷൻ കയ്യിലുണ്ട്? ഏകദേശം 100-ലധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒന്നും ഈ 20 വീട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടെന്ന് വെച്ചാൽ ഈ കയ്യിൽ പിന്നെ നമ്മുടെ പത്രോസ് പറഞ്ഞ വെള്ളിയും പൊന്നും ഒന്നും ഇല്ല. എനിക്കുള്ളതെല്ലാം ഓൾറെഡി മറ്റുള്ളവർക്കും കൂടിയാ കൊടുത്തു കഴിഞ്ഞത്. എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൂടിയാ. എന്നാൽ നമുക്ക് സാധ്യത അനുസരിച്ച് അത് സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓരോന്നും എടുക്കാൻ പറ്റും. ശരി. 3 സെന്റ് സ്ഥലം ഉള്ളവർക്കാണ് സാർ വീട് വെച്ചു. 3 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമീപിക്കാൻ പറ്റത്തില്ല. ശരി. അത്രത്തോളം ക്യാൻസറിന്റെ പ്രയാസം അനുഭവിക്കുന്നവര്, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, കാരണം വേദനകൾ ധാരാളം അനുഭവിക്കുന്നവര്, ബന്ധുക്കാർ പോലും ഇല്ലാതെ അനാഥരായിട്ടുള്ളവര്. കാരണം യാതൊരു രീതിയിലും ഈ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നവർക്ക് ഒരു ശരിക്കുള്ള ബന്ധുക്കാരുണ്ടാവരുത്. പറഞ്ഞാൽ അവരിൽ നിന്നൊരു സഹായം വെച്ചാൽ ബന്ധുക്കാരിൽ നിന്ന് പോലും സഹായം ലഭിക്കത്തില്ല എന്നുള്ള ഒരു വ്യക്തിയായിരിക്കണം. ചില ബന്ധുക്കാർ ഉണ്ടാവരുത് എന്നുള്ള സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ നമ്പറോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇമെയിലോ എന്തെങ്കിലും നമ്മുടെ ചാനലിൽ പറയാൻ പറ്റുമോ? എന്നെ നമ്പർ ഇപ്പോൾ ഒന്നും ഇല്ലല്ലേ? ഞാൻ നമുക്ക് വാട്സപ്പിൽ കൂടെ ഞാൻ മെസ്സേജ് ചെയ്തോളാം. ഓക്കെ. കാരണം എല്ലാം പേഴ്സണലാണല്ലോ, കോൺഫിഡൻഷ്യൽ. സാറിനെ രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടിച്ച് കാരണം ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതേപോലെ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ആൾക്കാർ എൻ്റെ നമ്പറൊക്കെ തപ്പിയെടുത്ത് രാത്രിയും പോലും നല്ല വീട്ടിലേക്ക് ആൾക്കാർ നേരിട്ട് വന്നു തുടങ്ങി. കാരണം ലോട്ടറി അടിച്ചാൽ പോലും ഈ കാലത്ത് ആൾക്കാർ വിടത്തില്ല. നേരിട്ട് വന്നു തുടങ്ങി. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് എനിക്ക് തൃശ്ശൂരും അങ്ങേ അറ്റം കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർ കൊട്ടാരക്കരയിലെത്തി വീട് അന്വേഷിച്ച് വന്നു. നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രയാസമാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പ്രതിസന്ധി ഉള്ളവർ ഇത്രയും യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ അവരെ നമ്മൾ വെറുതെ വിടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ. നമുക്ക് അത് താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സാറുമായിട്ട് കണക്ട് ചെയ്തു. അത് നിങ്ങൾ ചാനലുകാരുമായിട്ടുള്ള ബന്ധം മതി. എന്നാൽ അതും അർഹിക്കുന്നവർക്ക് മാത്രമുള്ള. തീർച്ചയായിട്ടും സാറിനെ തന്നെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നു. അതെ. ദൈവം നടത്തുന്നല്ലോ ഇത്രയും. അതെ. ഞാൻ ഏകദേശം 150-ലധികം പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ മേഖലയിൽ 150 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് 1-2 പാട്ട് പ്രകാശം കണ്ടിട്ടുണ്ട്. പിന്നെ കുറെ വൈത്താരിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട 4 വരി എൻ്റെ പാട്ടിൽ തന്നെ എഴുതിയ ഇമ്മാനുവൽ ഹെൻറി പാടിയ അഭയം നൽകുന്ന വചനം എന്നുള്ള ഒരു പാട്ടുണ്ട്. അത് എൻ്റെ ജീവിതമാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതിൻ്റെ പല്ലവിയാന്ന് പാടാം. അഭയം നൽകുന്ന വചനം അനുസരിച്ചിടുകിൽ കവചം നിറയ്ക്കും ഹൃദയത്തിൽ അമൃതം നിറയും ജീവിത സുഹൃതം അഭയം നൽകുന്ന വചനം. താങ്ക് യു സജി. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. സജിയുടെ കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സിനൊരു പ്രയാസമുണ്ട്. എന്തിന്? എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ എത്തിച്ചു തരാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. കാണാൻ പറ്റിയതിൽ, നിങ്ങളെ പോലുള്ളവരെ നേരിട്ട് കാണാൻ പറ്റിയതിലും എല്ലാത്തിനും പ്രത്യേകം നന്ദി. താങ്ക് യു. ഓക്കെ. താങ്ക് യു.